ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മളെ തൊണ്ടയാട്, കോഴിക്കോട് തൊണ്ടയാട് മൈജി ഫ്യൂച്ചറിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എടുക്കാൻ വിചാരിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒന്ന് ഹസ്ബൻഡിന് ലാപ്ടോപ്പാണ്. നമ്മൾ ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെയായാലും കുറച്ച് വർഷം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും അതിന് ഹാങ്ങും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം പുതിയൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എനിക്ക് സെമി ഓട്ടോമാറ്റിക് ആണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പം എൻ്റെ കയ്യിലിത് ഡ്രയർ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ബാക്കിയൊക്കെ ഓക്കെയാണ്. എന്നാലും എനിക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ആദ്യം വാങ്ങായിരുന്നു, പക്ഷേ എനിക്കിപ്പം അത് യൂസ് ചെയ്ത് തിരക്കേടില്ല എന്നുണ്ട്. കാരണം അതിന് ഹീറ്ററും കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകതയും കൂടി കേട്ടത് കാരണമാണ് ഞാനത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം നമ്മൾ ഇപ്പം മൈജി ഫ്യൂച്ചറിലാണ്. അപ്പോൾ അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർ സ്പോട്ടിൽ തന്നെ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, കേട്ട് അറിഞ്ഞ് അത് പഠിച്ചതിന് ശേഷം മാത്രം ഏത് സാധനം ഏത് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് നമ്മളിപ്പം ഈ ലാപ്പ്, അതായത് നമ്മൾ എക്സറിൻ്റെ ലാപ്പാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് സ്മാർട്ട് വാച്ച് വിത്ത് ബേർഡ്സ് ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ ഓപ്ഷനിലാണ് കേട്ടോ. അല്ലെങ്കിൽ അവർ നമുക്ക് കീബോർഡ് ആൻഡ് മൗസാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നോക്കിയപ്പോൾ എനിക്കിഷ്ടം, എനിക്ക് സ്മാർട്ട് വാച്ച് വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ എടുത്തു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ലാപ്പ് നോക്കി. അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, അതായത് ഗോദ്രേജിൻ്റെതാണ് വാങ്ങിച്ചത്. അത് 5 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ വാഷ്, സ്പിന്ന്, ഡ്രൈ, അതുകൂടാതെ തന്നെ ഇതിന് ഹീറ്ററും കൂടെ ഉണ്ട്. പക്ഷേ ഹീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറണ്ട് ഇതാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ഓപ്ഷൻ സ്വീകരിച്ചാൽ മതി. പക്ഷെ നമുക്കിതിന് മെയിൻലി നമുക്ക് വരുന്നതിൻ്റെ വാറണ്ടിയാണ്. അപ്പം ഏതായാലും പിന്നെ അത് മാത്രമല്ല, നമുക്ക് അവർ പിറ്റേന്ന് തന്നെ നമുക്കത് ഡെലിവറി ചെയ്തു. അതിനുശേഷം സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ഒക്കെ ഒരു ഫെസിലിറ്റി അവിടെ കിട്ടുകയും ചെയ്തു. അപ്പം നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ EMIക്ക് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, റെഡി ക്യാഷിന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ അതുമല്ല, കിച്ചൺ ആക്സസറീസ് മാത്രമല്ല, ഈ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്കറിയാം, മൈജിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്തതും അതുപോലെ തന്നെ ബ്ലോഗ് എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും മൈജിയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കുറേ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്.